ഒടുവിൽ CPM-നും ആദായനികുതി വകുപ്പിന്റെ നോട്ടീസ്. നേരത്തെ കോൺഗ്രസിനും CPI-ക്കും തൃണമൂൽ കോൺഗ്രസിനും നോട്ടീസ് ലഭിച്ചിരുന്നു. പിന്നാലെ CPM-നെതിരെയും ആദായനികുതി വകുപ്പിന്റെ നടപടി ഉണ്ടായിരിക്കുകയാണ്. 15 കോടി അടയ്ക്കാൻ ആവശ്യപ്പെട്ടാണ് CPM-ന് നോട്ടീസ് നൽകിയിരിക്കുന്നത്. നടപടിയിലേക്ക് നീങ്ങാനുള്ള കാരണം ആദായനികുതി വകുപ്പ് വ്യക്തമാക്കിയിട്ടില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കോൺഗ്രസ്, CPM, CPI, തൃണമൂൽ കോൺഗ്രസ് അടക്കം പ്രതിപക്ഷ പാർട്ടികൾക്കെതിരെയുള്ള ആദായനികുതി വകുപ്പിന്റെ നടപടി രാഷ്ട്രീയ ആയുധമായി ഉപയോഗിക്കും. 1823 കോടി രൂപ ഉടൻ അടയ്ക്കണമെന്നാവശ്യപ്പെട്ട് ആദായനികുതി വകുപ്പ് കോൺഗ്രസിന് നോട്ടീസ് നൽകിയിട്ടുണ്ട്. നേരത്തെ കോൺഗ്രസിന്റെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചിരുന്നു. ഈ നടപടി തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് കോൺഗ്രസിന് വൻ തിരിച്ചടിയായി മാറിയിരുന്നു. പിന്നാലെയാണ് ആദായനികുതി വകുപ്പിന്റെ നോട്ടീസ് കോൺഗ്രസിന് ലഭിച്ചത്. 2017-18 സാമ്പത്തിക വർഷം മുതൽ 2020-21 സാമ്പത്തിക വർഷം വരെയുള്ള പിഴയും പലിശയും അടക്കമുള്ള തുകയാണ് കോൺഗ്രസ് തിരിച്ചടയ്ക്കേണ്ടത്. കോൺഗ്രസിന് പിന്നാലെ CPI-ക്കും ആദായനികുതി വകുപ്പ് നോട്ടീസ് നൽകിയിട്ടുണ്ട്. 11 കോടി രൂപ തിരിച്ചടയ്ക്കണമെന്നാണ് നിർദ്ദേശം. നടപടിക്കെതിരെ പരസ്യ പ്രതികരണവുമായി തൃണമൂൽ കോൺഗ്രസ് രംഗത്ത് വന്നു. 72 മണിക്കൂറിനിടെ 11 IT നോട്ടീസുകൾ കിട്ടിയെന്ന് തൃണമൂൽ വക്താവ് സാകേത് ഗോഖലെ MP പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷത്തെ സമ്മർദ്ദത്തിലാക്കാൻ എല്ലാ വഴികളും നോക്കുകയാണ് BJP. ED നടപടി നടക്കാതായപ്പോൾ ആദായനികുതി വകുപ്പിനെ ഇറക്കിയെന്നും മോദി പരിഭ്രാന്തനാണെന്നും ഗോഖലെ തുറന്നടിച്ചു. ആദായനികുതി വകുപ്പ് അക്കൗണ്ടുകൾ മരവിപ്പിച്ചതോടെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ നട്ടം തിരിയുകയാണ് കോൺഗ്രസ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് PCCകളും സ്ഥാനാർത്ഥികളും പണം കണ്ടെത്തേണ്ടി വരുന്ന സ്ഥിതിയാണുള്ളത്. യാത്രാ ചെലവുകൾക്കുൾപ്പെടെ വൻ സാമ്പത്തിക പ്രതിസന്ധിയാണ് കോൺഗ്രസ് നേരിടുന്നത്. ഈ സാഹചര്യത്തിൽ പ്രധാന നേതാക്കളുടെ പ്രചാരണ പരിപാടികൾ വെട്ടിച്ചുരുക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് പണം കണ്ടെത്താൻ കൂപ്പൺ പിരിവ് നടത്താനൊരുങ്ങുകയാണ് KPCC. ഇതിനായി കൂപ്പൺ അടിച്ച് ഉടൻ തന്നെ വിതരണം ചെയ്യും. സാധാരണഗതിയിൽ 3 ഘട്ടമായി ഹൈക്കമാൻഡ് സ്ഥാനാർത്ഥികൾക്ക് സഹായം നൽകിയിരുന്നു. പ്രചരണ സാമഗ്രികൾ തയ്യാറാക്കൽ, സ്ഥാനാർത്ഥികളുടെ പര്യടനം, നേതാക്കളുടെ പര്യടനം എന്നിവയ്ക്ക് വേണ്ടിയായിരുന്നു പണം നൽകിയിരുന്നത്. എന്നാൽ ഇത്തവണ ഇതുവരെയും ആദ്യഘട്ട പണം പോലും ലഭിച്ചിട്ടില്ല. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വീട് കയറുന്നതിനോടൊപ്പം പണപ്പിരിവ് കൂടി നടത്താമെന്നാണ് നിലവിലെ തീരുമാനം.